अस्सलाम वालेकुम। ये मेरा पहला वीडियो का द रिएक्शन हब का मैं ये वीडियो बना रहा हूँ एक इंडियन ब्लॉग जो केरला गांव का है। और देखते हैं कैसी खूबसूरती है जो इंडिया की है। और मैं तो बड़ा एक्साइटेड हूँ ये देखने के लिए। अभी देखते हैं अपना रिएक्शन कैसा होगा, वीडियो देखते हैं। वाह, ब्यूटीफुल। നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു നാടാണ് കൊല്ലംകോട്. അത് നമ്മുടെ പാലക്കാട് തന്നെയുള്ളത്. അതിനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച 10 മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്ന് കൊല്ലംകോട് എന്ന് പറഞ്ഞ സ്ഥലത്തിന് സ്വന്തം. അപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ ഒരിക്കലും ഒരു ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നിരുന്നാലും കൂടെ നല്ല ഭംഗിയുള്ളൊരു നാട് തന്നെയാണ് കൊല്ലംകോട്. ഞാൻ മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ക്ലൈമറ്റ് നമ്മുടെ മൺസൂൺ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല മഴക്കാലത്ത് ചിത്രീകരിക്കാൻ പറ്റിയൊരു നാട് തന്നെയാണ് കൊല്ലംകോട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടിരിക്കേണ്ടതെന്നും എത്രമാത്രം ഭംഗിയുള്ള കാഴ്ചകളാണ് അതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. പാലക്കാട് ടൗണിൽ നിന്ന് 25 കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഈ കൊച്ചു മനോഹരമായ കൊല്ലംകോട് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് കുതിരാൻ വഴിയാണ്. അവിടെ നിന്ന് പിന്നെ നേരെ ആലത്തൂർ കയറി നെന്മാറ വഴിയാണ് കൊല്ലംകോടുക്ക് പോകാനുള്ള റൂട്ട് ഞാൻ സെലക്ട് ചെയ്തത്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മൺസൂണിൻ്റെ തനി സ്വഭാവം വന്നു തുടങ്ങി. നല്ല രീതിക്ക് മഴ പെയ്തു തുടങ്ങി. പോകുന്ന വഴിയുള്ള പച്ചപ്പും ആ ഡാർക്ക് ഷെയ്ഡുള്ള നേച്ചറൊക്കെ നല്ല ഭംഗിയായിരുന്നു ആ യാത്ര ഉടനീളം. ശരിക്കും നമ്മുടെ ഈ മഴക്കാലത്തുള്ളൊരു യാത്രയാണ് ഈ സ്ഥലത്തെ ഏറ്റവും ഭംഗിയുള്ളൊരു സമയമാക്കി മാറ്റുന്നത്. കുറച്ചൊക്കെ മെയിൻ റോഡ് കഴിഞ്ഞ് ഉള്ളിലേക്ക് വന്നപ്പോഴേക്കും കാഴ്ച ഈ രൂപത്തിലെത്തി തുടങ്ങി. അപ്പം തന്നെ ആ പാലക്കാടിൻ്റെ ഭംഗിയുണ്ടില്ല. നല്ലൊരു മഴക്കാലത്ത് വന്നുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വെയിലില്ല. പുറകെ കാണുന്ന മലകളെല്ലാം നല്ല കോടയിൽ പൊതിഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ച. ആ പാടത്തിൻ്റെ ഭംഗിയൊക്കെ കുറേ നേരം കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഇവിടെ ഈ പാലക്കാട് കാണുന്ന കാഴ്ചകൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ വേറൊരു സ്ഥലത്തും ഇതിങ്ങനെ കിട്ടും. കാരണം ഒരു സൈഡ് പാടവും പിന്നെ ബാക്കിൽ മലകളൊക്കെ ഉള്ള വേറെ ഏത് നാടാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അങ്ങനെ കൊല്ലംകോട് ലക്ഷ്യമാക്കി തന്നെ എൻ്റെ യാത്ര തുടർന്നു. അങ്ങനെ എത്തിപ്പെടുമ്പോൾ ആ ഒരു നാടിൻ്റെ ഉൾനാടൻ ഭംഗികളൊക്കെ പതുക്കെ പതുക്കെ കണ്ടു തുടങ്ങി. ഈ വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് ഈ കാണുന്ന സ്ഥലത്തെത്തുമ്പോഴേക്കും അറിയാതെ തന്നെ വണ്ടി നിർത്തിപ്പോകും. കാരണം ആർക്കാണ് ഇത്രയും നല്ലൊരു ഭംഗിയുള്ളൊരു പ്രകൃതി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിവർന്ന് നിൽക്കുമ്പോൾ ഒന്ന് ഇറങ്ങി നിന്ന് അതൊന്ന് ആസ്വദിക്കാൻ തോന്നാത്തത്? ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ആ മലനിരകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഒന്ന് സൂം ചെയ്യുമ്പോൾ കാണാം ആ മേഘങ്ങളുടെ ഇടയിൽ കൂടെയുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഒക്കെ നമ്മൾ നേരിട്ട് നമ്മളുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ കിട്ടുന്നൊരു അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ദൂരങ്ങൾ നമ്മൾ ഒരുപാട് മുമ്പിലേക്ക് പോകുന്നതിനനുസരിച്ച് തന്നെ ഈ വ്യൂ നമുക്ക് വിസിബിൾ ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മളിവിടെ എവിടെ പോയി കഴിഞ്ഞാലും ഈ മലനിരകളും ഈ വെള്ളച്ചാട്ടം തന്നെ ആയിരിക്കും നമുക്ക് ഭൂരിഭാഗം സ്ഥലത്തും കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലത്തുകൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്ന ഒരു സ്ഥലമാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ഇത് ഒട്ടുമിക്ക ആൾക്കാരും ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആയിരിക്കും ഈ കാണുന്നത്. ഓലയിൽ മേഞ്ഞ ഒരു ചായക്കടയും തനി നാടൻ ഭംഗിയുള്ള ഒരു അന്തരീക്ഷം എല്ലാം എല്ലാവരും കണ്ടതായിരിക്കും. അപ്പോൾ ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചായയും പരിപ്പോടയും തന്നെയാണ്. അപ്പോൾ വരുന്നവർ മാക്സിമം ആ ചായയും പരിപ്പോടയും കഴിക്കാൻ ശ്രമിക്കണം എന്നല്ല, കഴിച്ചിരിക്കണം. കാരണം അത്രയ്ക്ക് ഗംഭീരമാണ്. കൂടാതെ നല്ല അടിപൊളി ഇഡ്ഡലിയും ദോശയും ആ ഒരു നാടൻ തനിമയെ കഴിക്കാനും പറ്റും. അപ്പോൾ വരുന്നവരിവിടെ മാക്സിമം നേരത്തെ വന്ന്, അതായത് 11 മണിക്ക് മുമ്പെങ്കിലും വന്ന് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റ് കൂടി ആക്കാൻ ശ്രമിക്കാം. ചെല്ലഞ്ചേട്ടൻ്റെ കടനോട് ചേർന്ന് തന്നെ ഈ റോഡ് രണ്ടായി
സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ കാണുന്ന റോഡിലൂടെ കയറുകയാണെങ്കിൽ നല്ല ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയും ആ ഒരു മലനിരകളുടെയും ഭംഗി നല്ല ഓപ്പൺ വ്യൂ ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എങ്കിൽ പിന്നെ ഈ ട്രിപ്പിനകത്ത് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അത് തന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഈ വഴി കൂടെ സഞ്ചാരം തുടങ്ങി. കുറച്ച് ദൂരമൊക്കെ മുന്നോട്ട് പോകുമ്പോഴേക്കും പ്രകൃതി നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്ന രീതിയിലുള്ളൊരു വ്യൂ തന്നെ നമുക്ക് ഓപ്പണായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. കൂടാതെ ആ പോകുന്ന വഴി തന്നെ ആ നെൽപ്പാടങ്ങൾക്കിടയിൽ ഇതുപോലത്തെ മാവിൻ കൃഷി കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. അതും ഒരു പ്രത്യേകതരം ഭംഗി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതേ സ്ഥലത്ത് നിന്ന് തന്നെ ഒന്ന് പറപ്പിച്ചപ്പോൾ കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് ഈ മുന്നിൽ നിൽക്കുന്ന നെല്ലിയാമ്പതി മലകളുടെയും ആ വെള്ളച്ചാട്ടത്തിൻ്റെയും ആ പ്രകൃതിയുടെ ഒക്കെ ഒരു ബ്ലെൻഡിങ് നേച്ചർ തന്നെ പറയാൻ പറ്റുന്ന ഒരു അന്യായ വ്യൂ ആണ് കിട്ടിയത്. പക്ഷെ ഇവിടെ നിന്ന് തന്നെ ഈ ഒരു വ്യൂ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഡ്രോൺ വേണം. പക്ഷെ ഡ്രോൺ ഇല്ലാതെ നമുക്ക് ആ ഒരു ബ്ലെൻഡിങ് നേച്ചർ കാണാൻ പറ്റിയൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പെരിങ്ങോട്ടുശ്ശേരി കളം. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം സമയം വൈകിപ്പിക്കാതെ ഞാൻ ആ ഡ്രോണിലെ വിഷ്വൽ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് തന്നെ നേരെ ഇവിടുന്ന് പെരിങ്ങോട്ടുശ്ശേരി കളം ആ ഒരു ഡെസ്റ്റിനേഷനാക്കി മാറ്റി നേരെ മുമ്പോട്ട് പോയി. പോകുന്ന വഴി ആ വെള്ളച്ചാട്ടം ഇങ്ങനെ ഇതുപോലെ കാണാൻ പറ്റും. കൂടാതെ പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ ഈ പപ്പായയുടെ ഒക്കെ കൃഷി നല്ലൊരു ഗംഭീര ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കണ്ടപ്പോൾ ഭയങ്കര ഇമ്പ്രസീവായി തോന്നി. അങ്ങനെ ആ വഴി വന്ന് അവസാനിക്കുന്നത് നമ്മുടെ പെരിങ്ങോട്ടുശ്ശേരി കളത്താണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ വ്യൂ കാണാൻ വേണ്ടി ഡ്രോണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നിട്ട് കിടക്കുകയാണ് ആ നെല്ലിയാമ്പതി മലകളുടെയും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ വ്യൂ. ഓഫ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു സമാധാനവും ഇഷ്ടവും തോന്നിയൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്കത്. ഒരു ധൃതിയില്ലാതെ കുറേ നേരം ഞാൻ ആ ഭംഗിയൊക്കെ ഒരുപാട് നേരം ആസ്വദിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കുറച്ച് സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോഴാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം ആ വീഡിയോ സ്പീഡിൽ ഇതിൽ സ്ലോ മോഷൻ ഇട്ടിട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് ഈ ഒരു സ്ലോ മോഷൻ രൂപത്തിലുള്ള ഒരു വെള്ളച്ചാട്ടം കാണുമ്പോൾ ഭയങ്കര രസമല്ല അത് കണ്ടിരിക്കാൻ. അങ്ങനെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ദാ നിൽക്കുന്നു ഒരു മയിൽ നമ്മുടെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. ചിറക് വിടർത്തി അത് നൃത്താടുന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അത് കാണാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും ആശാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ആള് പെയിലൊന്നും വിടർത്താതെ അവിടെ വെറുതെ മേഞ്ഞ് നടന്നു. അങ്ങനെ രണ്ടാമത്തെ സ്ഥലമായ ചിങ്ങഞ്ചിറയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ തിരിച്ച് വീണ്ടും ചെല്ലഞ്ചേണ്ടകടറ ജംഗ്ഷനിലേക്ക് എത്തും. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നേരെ പോയെങ്കിൽ ഇവിടെ നിന്ന് ഇതേപോലെ വലത്തോട്ടുള്ള ഡീവിയേഷൻ തിരിഞ്ഞിട്ട് പോകുമ്പോഴാണ് ചിങ്ങഞ്ചിറ എന്ന് പറഞ്ഞ ആ സ്ഥലം എത്തുന്നത്. ചിങ്ങഞ്ചിറയ്ക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു കള്ള് ഷാപ്പ് കാണാൻ പറ്റും. ഇത് ഞാൻ ഷൂട്ട് ചെയ്യാൻ കാരണം അതാ നിൽക്കുന്ന രീതി കണ്ടില്ലേ, നല്ലൊരു പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ആ ഒരു പണ്ടത്തെ ഒരു കേരളത്തിലെ ആ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ളൊരു കള്ള് ഷാപ്പാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതും കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പിൽ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു ബോർഡ് കാണാൻ പറ്റും. അവിടെ നിന്ന് വലത്തോട്ടുള്ള ഈ റോഡ് ഡീവിയേറ്റ് ചെയ്ത് കുറച്ചും കൂടെ മുമ്പിലേക്ക് പോകുമ്പോൾ കണ്ടില്ലേ ഇതുപോലത്തെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ കാഴ്ച ചെന്ന് അവസാനിക്കുന്നത് ഈ കാണുന്ന ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിന്റെ മുമ്പിലാണ്. ഒടിയൻ, കൂമൻ എന്ന് പോലുള്ള ഒരുപാട് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. കൃഷിക്കാരൊക്കെ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ദർശിക്കാറുള്ളത്. കാരണം നമുക്കൊരാഗ്രഹമുണ്ട്, അതായത് ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല, സന്താനഭാഗ്യമൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ആ ആലിൻ്റെ അടിയിൽ വീടിൻ്റെ രൂപത്തിലും അല്ലെങ്കിൽ ഏലസിൻ്റെ രൂപത്തിലും അങ്ങനെ നമ്മളെ ആഗ്രഹം എന്താണോ അത് വന്ന് കെട്ടിയിട്ട് പോയി ആ ആഗ്രഹം നടന്നതിന് ശേഷം കോഴിയെയും ആടിനെയൊക്കെ ബലി കൊടുത്ത് ഇവിടെ തന്നെ വെച്ചുണ്ടാക്കി അത് കഴിച്ചിട്ട് പോകുന്ന ഒരു ആചാരം കൂടെ ഈ അമ്പലത്തിലുണ്ട്. അങ്ങനെ നേരം ഉച്ചയായി ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല വിശം തുടങ്ങിയിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ അയ്യപ്പേട്ടൻ്റെ ഒരു കടയുണ്ടെന്ന്. അവിടെ ഏറ്റവും വലിയ ഫേമസ് ആയി നിൽക്കുന്നത് അവിടുത്തെ ഊണാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇതുപോലത്തെ ഒരുപാട് നല്ല നാടൻ കാഴ്ചകൾ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷനൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ഈ അയ്യപ്പേട്ടൻ്റെ കടയിലേക്ക് വരുന്നവർ 3 മണിക്ക് മുമ്പെങ്കിലും എത്തിച്ചേർന്ന് ഊണ് കഴിക്കണം. കാരണം 3 മണി കഴിഞ്ഞാൽ
അവിടുത്തെ ഊണൊക്കെ തീർന്നു പോകും. ഈ കാണുന്ന നാടൻ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ അയ്യപ്പേട്ടൻ്റെ കട ലക്ഷ്യമാക്കി തന്നെ യാത്ര ചെയ്തു തുടങ്ങി. അങ്ങനെ ഒരു 7 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നമ്മൾ പോന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് അയ്യപ്പേട്ടൻ്റെ കട. അപ്പോൾ ഇവിടെ ഇലയിലാണ് സാമ്പാറും ചോറും ഒക്കെ നമുക്ക് വിളമ്പി തരുന്നത്. ഊണിന് ഇവിടെ വരുന്നത് 50 രൂപയാണ്. കൂടാതെ ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ബീഫ് കറിയും എല്ലാം നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല നാടൻ ഗ്രാമീണ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ലക്ഷ്യമാക്കുന്നത് ഏറ്റവും വൈറലായി നിൽക്കുന്ന ആ കൊല്ലങ്കോട് ഗ്രാമത്തിൻ്റെ ആ ഒരു വിസ്മയിപ്പിക്കുന്ന ഭംഗിയിലേക്കാണ്. എന്തുകൊണ്ടിത് ഇന്ത്യയിലെ മികച്ച 10 സ്ഥലങ്ങളിൽ ഒന്നായി എന്ന് അധികം അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒന്ന് വന്ന് ഈ കാഴ്ച കാണുമ്പോഴേക്കും നമുക്കതിൻ്റെ ഉത്തരം കിട്ടിക്കഴിയും. പിന്നെ ഈ ഒരു നാട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഞാനൊരു ദിവസം വന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. അപ്പോൾ സ്വസ്ഥമായിട്ട് ഈ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ദിവസം ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി. കാരണം വീക്കെൻഡിലൊക്കെ നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. പക്ഷെ ഇങ്ങോട്ട് എന്തുകൊണ്ടാണ് ആൾക്കാരുടെ ഒരു ജനസാഗരം തന്നെ എന്നുള്ളതിന് വേറെ ഒരു അത്ഭുതവും ഇല്ല. കാരണം ഒന്ന് നോക്കി, ഇത്രയും ഭംഗിയുള്ള സ്ഥലം കേരളത്തിൽ വേറെ ഇല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ല. അത് സത്യം തന്നെയാണ്. എന്തൊരു ഭംഗിയാണ് ആ യാത്രയിലും ആ നിന്നിട്ടുള്ള കാഴ്ചകളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒരു മാതൃകയാവേണ്ട ഒരു ഗ്രാമം തന്നെയാണ് ഈ കാണുന്ന കൊല്ലങ്കോട് ഗ്രാമം. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിൽ അധികം ഗ്രാമങ്ങളോ ഒന്നും തന്നെ വല്ലാണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഭംഗിയിൽ കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അതൊക്കെ ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നു. അതേ കൃഷിക്കാരും കുറേ സ്നേഹമുള്ള മനുഷ്യന്മാരും എല്ലാവരും ഇവിടെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ആ ഗ്രാമഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് തന്നെ നല്ലോണം സമയം ചെലവഴിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ റോഡിൻ്റെ അവസാനമായ സീതാർകുണ്ട് വാട്ടർഫോൾസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പാർക്കിംഗ് ഏരിയ ആണ് ആദ്യം വരാം. അപ്പോൾ ഒരു വണ്ടിക്ക് 50 രൂപ ചാർജ് ഇവിടെ ഈടാക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു വഴി കൂടെ നടന്നിട്ടാണ് ഒരു 5 മിനിറ്റോളം നമുക്ക് ട്രെക്ക് ചെയ്യാനുണ്ട്. അത്ര ഹാർഡ് ടെറൈൻ ഒന്നുമല്ല, ആർക്കും സിമ്പിളായിട്ട് വന്ന് കയറി കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ഇതുപോലത്തെ ഒരു വഴി കൂടെ ഒക്കെ പോകണം, എന്നിട്ടാണ് നമുക്ക് ആ വാട്ടർഫോളിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ തന്നെ കണ്ടില്ലേ, നമ്മൾ ആ ഒരു കാടിൻ്റെ അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ വലത്തോട്ടുള്ള ഭാഗത്ത് കൂടെ പോകാൻ ശ്രമിക്കുക. കാരണം ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ള വഴിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഡയറക്ഷനിലേക്ക് നടന്ന് ഇതുപോലത്തെ നല്ല നല്ല വഴികളൊക്കെ ആസ്വദിച്ച് തന്നെയാണ് ഞാൻ പോയത്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ആദ്യം കാണുന്ന ഒരു കാഴ്ച ഈ രൂപത്തിലായിരിക്കും. പിന്നീട് നമുക്ക് ഈ കാണുന്ന ആ ഉള്ളിലേക്ക് പോകുന്ന വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്ഭവമല്ല, എന്നാലും ഈ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ടോപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി ഉണ്ടല്ലേ, ആ ഒരു തിക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു പ്രതീതിയൊക്കെ ഗംഭീരമാണ്. കൂടാതെ ഈ വെള്ളച്ചാട്ടം നമ്മൾ അടുത്തുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലൊരു തണുത്ത കാറ്റാണ് നമുക്ക് ഇതിനുള്ളിൽ അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്ന് ആ കാണുന്ന വഴി പോയാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ചും കൂടെ മുകളിലേക്ക് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ നേരം ഒരു 5:45 ആയതുകൊണ്ടും ഒരു ഡെസ്റ്റിനേഷൻ കൂടി എനിക്ക് കവർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഈ വ്യൂ ഒക്കെ കണ്ട് അതൊക്കെ തിരിച്ചിറങ്ങി തുടങ്ങി. അങ്ങനെ ഇവിടെ തിരിച്ചിറങ്ങുമ്പോൾ നല്ല രീതിയിൽ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. കൂടാതെ നല്ലൊരു മഴക്കാറുണ്ട്. അപ്പോൾ ഏത് സമയത്തും മഴ പെയ്യണേക്കാൾ മുമ്പ് കാറിലെത്തണം. എന്നിട്ട് വേണം അടുത്ത ഡെസ്റ്റിനേഷനായ മുതലമട റെയിൽവേ സ്റ്റേഷനിലെത്താൻ. മലയാള സിനിമകളായ വെട്ടം, മേഘം എന്ന് പറയുന്ന ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് അത്. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ ആ കൊല്ലങ്കോട് ഗ്രാമത്തിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് തിരിച്ച് മെയിൻ റോഡ് കയറി പൊള്ളാച്ചി ഡയറക്ഷനിൽ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഡീവിയേഷൻ വരുന്നത്. ഇനി മെയിൻ റോഡിൽ കൂടി പോകുമ്പോൾ പോലും നമുക്ക് ആ ഒരു പ്രകൃതി ഭംഗി നല്ല രീതിയിൽ കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് ദൂരം മെയിൻ റോഡ് പിടിച്ച് ഒരു ലെഫ്റ്റിലേക്കുള്ള ഡീവിയേഷൻ തിരിഞ്ഞ് കുറച്ച് ഒരു 4 കിലോമീറ്ററോളം മുമ്പോട്ട് പോകുമ്പോഴാണ് ഇതുപോലത്തെ വഴി കൂടെ നമുക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ ഈ വഴി നേരെ ചെന്ന് അവസാനിക്കുന്നത്
നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ്. സിനിമാക്കാരൊക്കെ എന്തുകൊണ്ട് ഈ ലൊക്കേഷൻ ചൂസ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഉത്തമ ഒരു ഉദാഹരണമാണ് ഇവിടുത്തെ കാഴ്ച തന്നെ. കണ്ടില്ലേ, ഇത്രയും ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കൂടാതെ ഇവിടുത്തെ ആ ഒരു ഭംഗി ഗംഭീരാക്കാൻ വേണ്ടി ആ ഒരു ചാറ്റൽ മഴയും അവിടുത്തെ ആ തണുപ്പുള്ളൊരു കാറ്റും എല്ലാം ഒരു ഗംഭീര അനുഭവമാണ് എനിക്ക് തന്നത് ഇവിടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോനകത്ത് ഞാൻ കൊല്ലംകോടുത്തെ ഈ ഗ്രാമക്കാഴ്ചകളും ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയും ഇവിടുത്തെ ഭക്ഷണങ്ങളും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു യാത്ര തന്നെയായിരുന്നു. ഇവിടെ ഞാൻ വന്നത് രാവിലെ ഒരു 7 മണിക്ക് വന്ന് വൈകുന്നേരം ഒരു 6:30 മണിയായപ്പോഴേക്കും എനിക്ക് കണ്ടു തീർക്കാൻ ഇനിയും സ്ഥലങ്ങൾ ബാക്കിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത് ഇനിയും കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്, ഹിഡൻ പ്ലേസസ് ആയിട്ടും ഇനി എല്ലാവരും പോകുന്ന വഴികളായിട്ടും. പക്ഷെ എന്നിരുന്നാലും ഏതൊരാളും ഒരു ദിവസം മാറ്റി വെച്ചുകൊണ്ട് കൊല്ലംകോട് എന്ന് പറഞ്ഞ ഗ്രാമത്തെ തൊട്ടറിയാൻ വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തൂല. കാരണം കാണാൻ പറ്റാത്ത ഒരുപാട് ഗ്രാമക്കാഴ്ചകളും നമ്മുടെ കേരളത്തിൻ്റെ ആ പഴയ ഭംഗിയും എല്ലാം ഇവിടെ ഇപ്പോഴും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരുടെ അടുത്തും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ ഡയലോഗിനാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഇതൊരു ട്രെൻഡിങ് സ്ഥലമായതുകൊണ്ടും ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ വേസ്റ്റ് എറിഞ്ഞു പോക്കും കുപ്പിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എറിഞ്ഞു പോക്കുന്നത് തികച്ചും ഒഴിവാക്കണം. കാരണം മനസ്സമാധാനത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഗ്രാമവാസികളും എല്ലാവരുമാണ് ഇവിടെ താമസിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ വരവും അവരെ മനസ്സമാധാനം ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ ആവരുത്. കൂടാതെ നമുക്ക് ഇനി ഇതുപോലത്തെ ഒരു ഗ്രാമം ചിലപ്പോൾ ഉണ്ടായതും വരില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ വന്ന് ഇതിൻ്റെ ഭംഗി ആസ്വദിച്ച് കണ്ട് തിരിച്ചു പോവുക എന്നുള്ള റിക്വസ്റ്റാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. सडर करता है बार बार देखता है द नेविगेटर द एक्सप्लोर की तरफ से वीडियो थी और देखा कि बहुत ही ब्यूटीफुल और बहुत ही प्यारी जगह है केरला की। और शायद जब इन्होंने व्लॉग बनाया हो तो हो सकता है, अगर कुछ भी नहीं है ट्रैवलिंग जो लोग करते हैं वो उनको ज़रूर जाना चाहिए। जो शौक़ रखते हैं सेहत का वो उनको इन जगह पर ज़रूर जाना चाहिए, ज़रूर विज़िट करना चाहिए इन जगहों पर। और जो बाहर की कंट्री हैं वो जो यूरोप की या दूसरी एशियन, अगर पाकिस्तानियों को या इंडियन लोगों को दोनों को अगर इजाज़त मिल जाए करके दोनों मुल्कों में आने जाने के लिए तो ये बहुत ही अच्छा काम होगा। हम पाकिस्तानियों के दिल में भी यही है कि हम जाएं और देखें इंडिया का की वो खूबसूरती, वो जो एक क्रिएशन बनी है उनको देखें, उनको एक्सप्लोर करें और दिखाएं दुनिया को। और इंडियन भी आए और वो भी पाकिस्तान की ब्यूटी को देखें और उसको एक्सप्लोर करें और दुनिया को बताएं कि पाकिस्तान कैसा है, हम बताएं कि इंडिया कैसा है, बजाय कि हम देखें इंडियन मीडिया और पाकिस्तानी मीडिया को। तो ये इनसे हट कर खुद अगर इस पर एक्सपेरिमेंट करें और देखें, दुनिया को बताएं कि मेरा एक्सपीरियंस था वो कैसा रहा। मैं इंडिया में गया और इंडियन लोग आए, वो बताएं कि मेरा एक्सपीरियंस कैसा रहा, मैं क्या फ़ील किया उधर। और मैं पिछले दिनों भी कुछ व्लॉग देख रहा था जो कि इंडियन व्लॉगर थे, पाकिस्तान आए हुए थे और उन्होंने पाकिस्तान का जो विज़िट किया और बाद में अपना ओपिनियन दिया कि ऐसे लोग हैं ये। हम भी ये चाहते हैं कि हम जाएं इंडिया और उसके लोग देखिए कि कैसे लोग हैं, बजाय कि हम नेगेटिव वीडियो देख के पता करें कि यार ये क्या है, ये ऐसा है, फलां है, ठीक है। यानी कि 100 निकल आते हैं बहाने। अगर मिलने के लिए दिल हो तो, अगर ना मिलने के लिए दिल हो तो फिर एक बहाना भी काफ़ी होता है। तो लीजिए यहाँ पर करते हैं हम एंड और मिलते हैं। तो इस वीडियो का जो लिंक है वो डिस्क्रिप्शन में मिल जाएगा और इस चैनल का लिंक भी डिस्क्रिप्शन में मिल जाएगा। तो शुक्रिया दोस्त।